ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആ വീഡിയോ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത ഇൻട്രോ എടുത്തരാം. എന്താണ് ആകാശിന്റെ അഭിപ്രായം സ്നോനെ പറ്റിയിട്ട്? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇത്ര അടിപൊളിയായി സ്വീകരിച്ച എല്ലാവർക്കും മനസ്സറിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഇവിടെ സ്നോഫോൾസ് ആയിരുന്നു. അപ്പോൾ ഏകദേശം 20 to 30 സെൻറ്റിമീറ്റർ ആയിരുന്നു പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ അതിനേക്കാളും സ്നോ പെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വരുമ്പം കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങൾ ഡ്രൈവ് ചെയ്യും, പിന്നെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോയിലോട്ട് പോവാം. ബൈ. സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അതായത് ഇന്നിവിടെ സ്നോ സ്ട്രോം വാണിംഗ് ഉണ്ട്. അപ്പം പോകുന്ന വഴിയിൽ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, എന്താ നടക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടുത്തെ പുറത്തത്തെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് ലോട്ടാണ് ഇവിടുത്തെ. ഞാനിപ്പോൾ 2 മിനിറ്റ് വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ മൊത്തം ക്ലീൻ ചെയ്തിട്ട് വന്നതാണ്. കണ്ടോ, സ്നോ വീണ് ഇത്രയും പെട്ടെന്ന് സ്നോ വീണ് വണ്ടിയൊക്കെ മറന്നു. വണ്ടീൻ്റെ മേത്തൊക്കെ സ്നോ ആയി. നമ്മളിപ്പോൾ പുറത്ത് ഭയങ്കര തണുപ്പാണ്. -22 ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഫീൽഡ്സിലേക്ക് കാണിക്കുന്നത്. കാറ്റുണ്ട് നല്ല. ഈ ക്യാമറയൊക്കെ സ്നോ വീഴുന്നുണ്ട്. അങ്ങനെ വീഡിയോ ബ്ലറായി പോകുന്നത്. അപ്പോൾ നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വന്ന വഴിയാണ്. ഇത്രയും കട്ടിയിലുണ്ട് സ്നോ. നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. രാവിലെ ഇനി ഉച്ചയ്ക്ക് 2 മണി വരെ ഈ സ്നോ ഉണ്ടാകുന്നതാണ് ഫോർകാസ്റ്റിൽ പറഞ്ഞത്. വണ്ടിയൊക്കെ മൂടും. ഞാൻ രാവിലത്തത് വീഡിയോ കൂടി എടുത്തിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം വണ്ടീൻ്റെ അവസ്ഥയ്ക്ക്. ഇപ്പം ഞാൻ വെച്ചേക്കുന്ന അവസ്ഥ ഇതാണ്. കാറ്റുണ്ടായതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. കാറ്റുണ്ടായതുകൊണ്ടാണ് ആ വണ്ടീൻ്റെ വെള്ളം അധികം സ്നോ ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ട് മൂടിയാണ് ശരിക്കും. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാൻ രാവിലത്തെ വീഡിയോ കൂടി ഈ വീഡിയോൻ്റെ എൻഡിൽ ആഡ് ചെയ്യാം കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ തിരിച്ച് വീട്ടിലെത്തി നോക്കുമ്പോൾ ഇതേ ഒരാളിരിക്കുന്നു. എത്ര സമയമായി? 3:23. അതായത് 3:30 ആയി. ഉറക്കമൊന്നുമില്ലേ മോനെ? ഓ, നാളെ ഓഫാണ്. സുഖം തന്നെ. അപ്പം നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ നല്ല സ്നോഫോളായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിക്കാം വണ്ടീൻ്റെ. കണ്ടോ, ഇതാണ് സ്നോ വീണ് വണ്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നാളെ വരെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ആകാശം റെഡി ആയി കഴിഞ്ഞു. ഞാൻ എൻ്റെ ബാക്ക് കാർഡ് കാണിച്ചു തരാം. ഇന്നലെ ഇതേ കാണിച്ചാണോ? ഇതാണ് ഇപ്പം ബാക്ക് കാർഡിൻ്റെ അവസ്ഥ. വണ്ടീൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ റോഡൊന്നും ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. കുറെ ഹൈവേ ഒക്കെ ക്ലോസ് ആവും അല്ലേ? 404 ഒക്കെ ഡോൺ വാലി ഒക്കെ ക്ലോസ് ആയി. ഇതുണ്ടോ, വൈപ്പറൊന്നും കാണാനില്ല. പൊക്കി വെച്ച വൈപ്പറ ഇതിപ്പോഴും വീണോണ്ടിരിക്കത്. ഇവിടുത്തെ ഈ നടന്നു പോകുന്ന വഴി മാത്രം ക്ലീൻ ആക്കിയിട്ടുണ്ട് ആൾക്കാർ. പണിക്ക് പോകുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോകാനത് എനിക്കൊരു ഐഡിയ കിട്ടും. ഈ വണ്ടി ഇറക്കണമെങ്കിൽ തന്നെ നമ്മള് ഇപ്പം എത്ര സമയം? 2:15. ഒരു മണിക്കൂർ എന്തായാലും ക്ലീൻ ചെയ്യേണ്ടി വരും. നോക്കട്ടെ റോഡിലേക്കുള്ള അവസ്ഥ ഉണ്ടോ? സ്നോ എത്ര വരെ ഉണ്ടെന്നുള്ള മനസ്സിലായോ? ഇതിപ്പോഴും വീണോണ്ടിരിക്കുക. ഇവരൊക്കെ ക്ലീൻ ചെയ്തു. ഇവരൊക്കെ അടുത്ത് മറ്റേ മോട്ടറുണ്ട്. പക്ഷെ നമ്മളടുത്ത് മോട്ടറൊന്നുമില്ല. കൈ വെച്ച് മറ്റേ ഇത് വെച്ച് ക്ലീൻ ചെയ്യണേ. നല്ല രസമുണ്ടല്ലേ? ഞാൻ വരാം ഇപ്പോൾ.
അങ്ങനെ ഞങ്ങൾ വണ്ടി ക്ലീൻ ചെയ്തു. ഇതായിരുന്നു എൻ്റെ വണ്ടി. നേരത്തെ മഞ്ഞിൽ മൂടിയതും കണ്ട, അപ്പം എത്ര മഞ്ഞുണ്ടായിരുന്നു മനസ്സിലായില്ലേ. വണ്ടി ഓണാക്കിയിട്ട് ഞാൻ ഇനി ആകാശിന്റെ വണ്ടി ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് ഡ്രൈവ് ക്ലീൻ ചെയ്യാൻ. അത് കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് പണിക്ക് പോവാൻ. അതാണ് വേറെ വിഷയം. ഈ ഡ്രൈവ് ക്ലീൻ ചെയ്യാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. അയ്യോ, ഇതാണ് അവസ്ഥ. അപ്പൊ ക്ലീൻ ചെയ്തിട്ട് വരാം. ബൈ ബൈ. എന്താ ഇവിടെ പരിപാടി? കൈ ഉണക്കാന്നല്ലേ. പണ്ട് നമ്മളെ അമ്മേൻ്റെ ഒക്കെ ഒന്നിച്ച് മറ്റേ ചീറ്റക്കാലം പോയിട്ടാകുമ്പോ അയ്യോ മറ്റേ ദോശ ഇട്ടോണ്ട് അടുപ്പിലെടുത്ത് പോയിട്ട് തീ കായുന്ന പോലെ അതുപോലെ കൈ ഇതായിടാ ഫുള്ള് ചോത്ത് തോന്നുന്നു. മറ്റേ തണുപ്പിടിച്ചിട്ടേ വീടെടുത്തല്ലേ.